ഇന്നത്തേത് ഒരു സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ് കേട്ടോ. നല്ല ചെമ്മീനൊക്കെ കൊണ്ടുണ്ടാക്കുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചെമ്മീൻ കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ആദ്യം അതിനായിട്ട് ഒരു കപ്പ എടുത്ത് പൊളിച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കൊത്തി കൊത്തി എടുക്കണം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് അരിയാന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലൊക്കെ അത്രയും വലുതാവരുത്, തീരെ ചെറുതായിട്ട് വേണം എടുക്കാനേ. എന്നിട്ട് ഇതാ കഴുകി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഇതാ കുക്കറിൽ അടച്ചങ്ങോട്ട് വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിക്കുക. നന്നായിട്ട് വേകണം കേട്ടോ, അധികം കുഴഞ്ഞു പോയതെന്നാൽ വേകാതെ ആവരുത്. പിന്നെ ആ സമയത്തേക്ക് ഇതാ ചെമ്മീനിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കാം. ആ സമയത്തേക്ക് ഇതാ നമ്മൾ അതിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു തക്കാളി, പിന്നെ ഒരു പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി എടുത്ത് വെക്കുക. അതൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കണം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കി ഈ ചെമ്മീനില്ലേ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന അതൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് അധികം മൂക്കാതെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അധികം മൂക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുക കേട്ടോ. അധികം മൂക്കരുത് എന്ന് പറഞ്ഞാലേ അധികം ഓവർ കുക്ക്ഡ് ആയാൽ ഈ ചെമ്മീനിൽ അത്രയും ടേസ്റ്റ് കുറയും. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നവർ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അധികം കുക്കാകാൻ പാടില്ല ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് ആ എണ്ണ ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ ഈ സവാള ഒന്ന് എടുത്ത് വഴറ്റി പിന്നെ അതിലേക്ക് ബാക്കി വേപ്പിലുള്ളത് അതും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നിട്ട് പിന്നെ പൊടികളിടാണേ. കുറച്ച് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, നമ്മുടെ മല്ലിപ്പൊടി ഇല്ലേ അത്, മസാലപ്പൊടി, മുളക് പൊടി, സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ പൊടികളൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ബാക്കിയുള്ള വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആ സമയത്തേക്ക് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഇത്തിരി ഒന്ന് ഗ്രേവി ആക്കി എടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളകും പെരിഞ്ചീരവും കൂടി പൊടിച്ചതും കൂടി ചേർത്തിട്ട് വേവിച്ച് വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന കപ്പയില്ലേ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ അരപ്പില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഈ കപ്പയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിയും കടുകും വേപ്പിലയും കൂടി വറുത്ത് ഈ കപ്പയുടെ മിക്സിലേക്ക് ചേർത്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി, നമ്മൾ ചെമ്മീൻ കൊണ്ടുണ്ടാക്കുന്ന കപ്പ ബിരിയാണി വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഈ ബീഫൊക്കെ കൊണ്ടുണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അത്രയും ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു സോ മച്ച്.